ശശിധരൻ കർത്തയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ എസ് കർത്തയ്ക്കും മകൻ ശരൺ എസ് കർത്തയ്ക്കും പിന്നാലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അഥവാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ്റെ പൊന്നോമന മകൾ ടി വീണ അഥവാ തൈക്കണ്ടിയിൽ വീണ എൻഫോഴ്സ്മെൻറ്റുകാരുടെ മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഞാനിത് പറയുമ്പോൾ അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചോദ്യം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ വെള്ളം കുടിക്കും. വെള്ളം വീണയും കുടിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നാണല്ലോ നാട്ടുനടപ്പ്. ഇവിടെ ഉപ്പ് തിന്നവരാരൊക്കെയാണ്, എത്ര കിലോ അല്ലെങ്കിൽ എത്ര ക്വിൻ്റൽ ഉപ്പ് തിന്നു, ഇനി എത്ര മെട്രിക് ടൺ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. അതൊക്കെ ഭാവിയിൽ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതായാലും വീണ സഖാവ് വീഴ്ച കൂടാതെ എൻഫോഴ്സ്മെൻറ്റുകാരുടെ ചോദ്യം ചെയ്യലിന് വിധേയയായിരിക്കണം. അപ്പോൾ ഇത് സത്യത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയേ അല്ല. എൻഫോഴ്സ്മെൻറ്റിൻ്റെ പടി വരെ അവരുടെ ഭർത്താവും മുൻ മരാമത്ത് മന്ത്രിയുമായ നമ്മുടെ മുഹമ്മദ് റിയാസ് അനുഗമിച്ചു. അതിനപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റുകാരെ അനുവദിച്ചില്ല. ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നവരെ കാത്തിരിക്കാനായിട്ട് സഖാവിന് ക്ഷമയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്ത് ഒരു ചാർമിനാറോ അല്ലെങ്കിൽ ദിനേശ് മീഡിയൊക്കെ കൊളുത്തി കാത്തിരിക്കാൻ പറ്റും.